ഈ വീഡിയോയില് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മുമ്പത്തെ വീഡിയോയില് കുളൂംസ് ലോ എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. കുളൂംസ് ലോയില് രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ ഒരു ചാർജില് ഒന്നിൽ കൂടുതൽ ചാർജ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നെറ്റ് ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഒരു ആക്സിസ് എടുത്തിരിക്കുന്നു, y ആക്സിസ് x ആക്സിസ്, ഇവിടെയാണ് ഒറിജിൻ. മൂന്ന് ചാർജസ് എടുത്തിട്ടുണ്ട്. Q1 ചാർജ്, ഇത് Q2 ചാർജ്, Q3 ചാർജ്. എല്ലാ ചാർജും പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. Q1ന്റെ പൊസിഷൻ വെക്ടർ R1 ആയിട്ട് എടുത്തിരിക്കും. പൊസിഷൻ വെക്ടർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പൊസിഷൻ വെക്ടർ ഒരു പോയിന്റിന്റെ പൊസിഷനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അത് ഏത് പൊസിഷനിലാണ്? ഇവിടെ നമ്മൾ Q1ന്റെ പൊസിഷൻ വെക്ടർ R1 ആണ് എന്ന് പറയും. അതായത് Q1 ഈ ഡയറക്ഷൻ ഇത്രയും ഡിസ്റ്റൻസിൽ ആണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അതെ, പൊസിഷൻ വെക്ടർ എപ്പോഴും ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. അതേപോലെ Q2ന്റെ പൊസിഷൻ വെക്ടർ R2 ആയിട്ട് എടുത്തിരിക്കും. Q3ന്റെ പൊസിഷൻ വെക്ടർ R3. ഓക്കെ, ഇവിടെ Q1 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Q1 Q2 ചാർജ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അതേപോലെ Q3 ചാർജ്. രണ്ട് ചാർജസ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമുക്കത് നോക്കാം. അതിനു മുമ്പ് ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുന്നു. ഒരു ടേബിള്, ആദ്യം ഈ ടേബിളിന്റെ ഒരു സൈഡില് ഒരു സ്റ്റുഡന്റ് ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് എക്സേർട്ട്, അതായത് ഈ ഡയറക്ഷനിൽ വലിക്കും. അന്നേരം നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ടേബിള് ഈ ഡയറക്ഷൻ മൂവ് ആവുക. ഒരു അടുത്ത സ്റ്റുഡന്റ് വന്നിട്ട് ആ ടേബിളിന്റെ ഈ ഡയറക്ഷനും വലിക്കാൻ തുടങ്ങി. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്ന ടേബിൾ ഈ ഡയറക്ഷൻ അല്ല, ഈ ഡയറക്ഷൻ അല്ല മൂവ് ചെയ്യുന്നത്, പകരം വേറൊരു ഡയറക്ഷൻ മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് വെക്ടർ അഡീഷൻ റൂൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വെക്ടർ അഡീഷൻ പറയുന്നത് ഒരു പോയിന്റില് ഒന്നിൽ കൂടുതൽ ഫോഴ്സ്, അതായത് വെക്ടേഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ നെറ്റ് എന്ന് പറയുന്നത് വെക്ടർ സമം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് രണ്ട് വെക്ടേഴ്സ്, അതായത് രണ്ട് ഫോഴ്സ് F1 F2 ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇതിന്റെ വെക്ടർ സം എടുത്താൽ മതി. ഞാനൊരു വെക്ടർ സം എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു പാരലോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. രണ്ട് റൂൾസ് ഉണ്ട്, ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും. പക്ഷെ നമ്മൾ ഇപ്പോഴും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ആണ് വെക്ടർ സം കണ്ടുപിടിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയി, അതുകൊണ്ട് ഇത് F2 ആണ്. ഇവിടെ ഞാനൊരു F1 വെക്ടർ. റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഡയഗണൽ. ഇതാണ് നെറ്റ് ഫോഴ്സ്. ഈ നെറ്റ് ഫോഴ്സ് നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഫോർമുല നമുക്ക് അറിയാവുന്നതാണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് F is equal to square root of F1 square plus F2 square plus 2 into F1 F2 cos θ. ഇതാണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഇതേ പ്രിൻസിപ്പിള് ഇലക്ട്രോസ്റ്റാറ്റിക്കിലും വാലിഡ് ആണ് എന്നാണ്. അപ്പൊ നമുക്ക് അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷന്റെ സ്റ്റേറ്റ്മെന്റ്. റിസൾട്ടന്റ് ഫോഴ്സ് ഓൺ എനി ചാർജ് പാർട്ടിക്കിൾ ഡ്യൂ ടു നമ്പർ ഓഫ് അതർ ചാർജസ് ഈസ് എ വെക്ടർ സം ഓഫ് ദി ഫോഴ്സസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. അതായത് ഒരു ചാർജില് ഒന്നിൽ കൂടുതൽ ചാർജസ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ഫോഴ്സ് കിട്ടും എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ Q1 ചാർജിന് എക്സേർട്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. Q1 ചാർജില് Q2 ചാർജ് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അത് ഏത് ഡയറക്ഷനിലായിരിക്കും എക്സേർട്ട് ചെയ്യുക? Q1 Q2 പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് Q1 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു റിപ്പൾസീവ് ഫോഴ്സ്. എവിടെയാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്? Q1 ലാണ്. അതുകൊണ്ട് നമുക്ക് റെപ്രസെന്റേഷൻ F1
ടു എഴുതാം. Q1 ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു, Q2 ആണ് എക്സേർട്ട് ചെയ്യുന്നത്. F12 മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് F12 is equal to 1/4 pi epsilon naught Q1 Q2 by this distance. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് Q2 ൽ നിന്ന് Q1 ോട്ട്. അതുകൊണ്ട് R12 എവിടെയാണ് ഫൈനൽ പോയിന്റ്? അത് 1 ആണ്. അതുകൊണ്ട് R12 ഓക്കെ. R12 വെക്ടർ സ്ക്വയർ ഡിവൈഡ് ബൈ R12 ക്യാപ്. ഓക്കെ. അതേപോലെ Q3 ചാർജ് Q1 ൽ ഒരു ഫോഴ്സ് എക്സെർട്ട് ചെയ്യും. ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഫോഴ്സ് എൻഡ് ചെയ്യുന്നത് Q1. ആരാണ് ആക്ട് ചെയ്യുന്നത്? Q3. അതുകൊണ്ട് F13 നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. F13 എന്ന് പറയുന്നത് 1/4 pi epsilon naught Q1 Q3 divided by R13 whole square into R13 ക്യാപ്. ഓക്കെ. ഇതാണ് F13. ഇതിന്റെ R13 ഇവിടെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. R13 ഓക്കെ. യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് R13 ക്യാപ്. ഇതേപോലെ ഇവിടെ നമുക്ക് യൂണിറ്റ് വെക്ടർ റെപ്രസെന്റ് ചെയ്യാം R12 ക്യാപ്. ഓക്കെ. ഇതാണ് രണ്ട് ഫോഴ്സസ് Q1 ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ലഭിക്കും. നെറ്റ് ഫോഴ്സ് ഓൺ Q1 is equal to F1 that is equal to vector sum F12 plus F13 വെക്ടർ. ഓക്കെ. നമ്മൾ നോർമൽ ആയിട്ട് വെക്ടർ സം എടുക്കുന്നതിന് വേണ്ടി പാരലോഗ്രാം ലോ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു പാരലോഗ്രാം ക്രിയേറ്റ് ചെയ്യാം. ഇത് F12, ഇത് F13. ഇതിന്റെ റിസൾട്ടന്റ് ഡയഗ്രം അതാണ് നെറ്റ് ഫോഴ്സ്. F1 നെറ്റ് ഫോഴ്സ് ഈ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ. നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാം. F12 സ്ക്വയർ പ്ലസ് F13 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു F12 ഇൻറ്റു F13 ഇൻറ്റു ആംഗിൾ ബിറ്റ്വീൻ കോസൈൻ ഓഫ് ദി ആംഗിൾ. തീറ്റ ആണ് ആംഗിൾ. അതുകൊണ്ട് കോസ് തീറ്റ. തീറ്റ എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തീറ്റ മാത്രം. ഇങ്ങനെ നമുക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ Q1 ചാർജിനെ സറൗണ്ട് ചെയ്ത് രണ്ടോ അതിൽ കൂടുതലോ ചാർജസ് ഉണ്ടെങ്കിൽ Q1 ചാർജിൽ ഒരുപാട് ഫോഴ്സസ് ഉണ്ടാകും. ഇപ്പോൾ ഞാൻ ഒരു n ചാർജസ് സറൗണ്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് ഓൺ Q1 അതെന്ന് പറയുന്നത് ആ n ചാർജസും എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വെക്ടർസും F12 വെക്ടർ പ്ലസ് F13 വെക്ടർ പ്ലസ് അപ് ടു എക്സെട്രാ F1n വെക്ടർ. എല്ലാ ചാർജസും പോസിറ്റീവ് ചാർജസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം 1/4 pi epsilon naught Q1 Q2 divided by R12 vector whole square into R12 cap plus 1/4 pi epsilon naught Q1 Q3 divided by R13 vector whole square into R13 cap plus etc. 1/4 pi epsilon naught Q1 Qn divided by R1n whole square into unit vector R1n cap. Okay. ഈ ഫോർമുലയിൽ 1/4 pi epsilon 0 Q1 കോൺസ്റ്റന്റ് 1/4 pi epsilon 0 Q1 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് അത് വെളിയിലെടുക്കാം. I equal to 2 ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 എവിടെ വരെയാണ് അതിന്റെ n വരെ. ഓക്കെ. 2 QI R1I വെക്ടർ ഹോൾ സ്ക്വയർ ഇൻറ്റു R1I. ഇതാണ് നെറ്റ് ഫോഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ചാർജസിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അതിന്റെ 3 എഡ്ജിലും ഓരോരോ ചാർജ് ഇത് 1 2 3 നടത്തിയിരിക്കുന്നു. ഇതിന്റെ ഈ എഡ്ജില് Q അതായത് പ്ലസ് Q ചാർജും ഈ ഇതിൽ പ്ലസ് Q ചാർജ് വെച്ച് ഇവിടെ ഒരു മൈനസ് Q ചാർജ് വെച്ചിരിക്കുന്നു. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ലെങ്ത് ഈക്വൽ ആണ്. അതുകൊണ്ട് ഞാൻ L നിർത്തിക്കുന്നു, എല്ലാ സൈഡും L.
-2 ചാർജ് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഇവിടെ -q ചാർജിനെ സറൗണ്ട് ചെയ്തിട്ട് രണ്ട് ചാർജസ് ആണുള്ളത്, ഒന്ന് +q ഒന്ന് -q. ഓക്കെ, ഈ +q ചാർജ് ഈ -q ചാർജ് ഒരു ഫോഴ്സ് എക്സ്, അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഇതാണ് 3 ഇതില് 1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അത് F31 റെപ്രസെന്റ് ചെയ്യും. F31 അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാം. അതെന്ന് പറയുന്നത് 1/4πε0 പ്ലസ് q ഇൻറ്റു മൈനസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാണ്, L. ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, L². അതേപോലെ ഈ ചാർജും ഒരു ഫോഴ്സ് എക്സിറ്റി, അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അത് എത്രയാണ്, F32 നമുക്ക് റെപ്രസെന്റ് ചെയ്യും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എഴുതാം. F32 വെക്ടർ ഈസ് ഈക്വൽ ടു 1/4πε0 മൈനസ് q ഇൻറ്റു പ്ലസ് q ഡിവൈഡഡ് ബൈ L². എന്താണ് ഈ മൈനസ് സൈന്റെ മീനിങ്? ഇത് ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്നാണ് പറയുന്നത്. അതേപോലെ ഇവിടെയും മൈനസ് സൈന്റെ മീനിങ് ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്നാണ് പറയുന്നത്. ഇത് രണ്ടും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിട്ട് ഞാൻ F നൽകുന്നു, ഇതേപോലെ F നൽകുന്നു. ഇതാണ് ഫോഴ്സ്. ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ് തമ്മിലുള്ള ആംഗിൾ. ഓക്കെ, അപ്പൊ നമുക്ക് വെക്ടർ സം എടുത്തു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഫൈൻഡ് ചെയ്യും. വെക്ടർ സം എടുക്കുന്നതിന് വേണ്ടി പാരലോഗ്രാമിലോ വെക്ടർ അഡീഷൻ അപ്ലൈ ചെയ്യും. പാരലോഗ്രാം അപ്ലൈ ചെയ്യണമെങ്കിൽ പാരലോഗ്രാം ചെയ്യും. ഇത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് F32 എടുക്കാം. ഇവിടെ നമുക്ക് F31 റിസൾട്ടന്റ് എന്ന് പറയുന്ന ഡയഗണൽ. ഇതാണ് നെറ്റ് ഫോഴ്സ്. നമുക്ക് എഴുതാവുന്നതാണ്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് F31ന്റെയും F32ന്റെയും വെക്ടേഴ്സ് ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. അതെന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് F13 F13ഉം F32ഉം F ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് F² പ്ലസ് 2 F ഇൻറ്റു F ഇൻറ്റു കോസൈൻ ഓഫ് ദ ആംഗിൾ. ആംഗിൾ 60 ഡിഗ്രിയാണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് 1/√1/2 ആണ്. 2F² ഇവിടെ ലഭിക്കും. ഇവിടെ 2F² ഇൻറ്റു 1/2 ഇപ്പൊ ലഭിക്കുന്നത് 2 ക്യാൻസൽ ചെയ്യും, √3F എന്ന് ലഭിക്കും. ഇതാണ് നെറ്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ്. F വാല്യൂ നമുക്ക് അറിയാവുന്നതാണ്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പറയുന്നത് 1/4πε0 q² ഡിവൈഡഡ് ബൈ L². ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു പ്രോബ്ലം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 2. രണ്ട് ചാർജസ്, ഒന്ന് +q ചാർജും വേറൊന്ന് +4q ചാർജും 10 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചിരിക്കും. 10 സെന്റിമീറ്റർ. വേറൊരു ചാർജ് -q ചാർജ്, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജ് ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. ആ ഡിസ്റ്റൻസ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് -q ചാർജ് ഇതിന്റെ ഇടയിലാണ് വരുന്നത്. ഞാൻ കൺസിഡർ ചെയ്യുന്ന ഈ +q ചാർജിൽ നിന്ന് ഒരു x ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ -q ചാർജ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഒരു ചാർജ് ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഇവിടെ രണ്ട് ചാർജസ് ആണ്, ഒന്ന് +4q +q. ഇത് രണ്ടും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ -q ചാർജ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം +q ചാർജ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? +q ചാർജ് -q ചാർജിനെ അട്രാക്ട് ചെയ്യും. ആ ഫോഴ്സ് നമുക്ക് F+q എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇത് ഈ ഡയറക്ഷൻ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് F+q is equal to 1/4πε0 +q into -q into divided by distance. അതെത്രയാണ്? x. അതിന്റെ സ്ക്വയർ. ഓക്കെ, അടുത്തത് +4q ചാർജും -q ചാർജിനെ അട്രാക്ട് ചെയ്യും. അത് ഈ ഡയറക്ഷൻ. അത് F+4q എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് F+4q is equal to 1/4π
എപ്സിലോൺ നോട്ട് പ്ലസ് 4q ഇൻറ്റു മൈനസ് q ഡിവൈഡ് ബൈ ആ രണ്ട് ചാർജ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. പ്ലസ് q പ്ലസ് 4q തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ ആണ്. പ്ലസ് q മൈനസ് q തമ്മിലുള്ള ഡിസ്റ്റൻസ് x എന്ന് എടുത്തിരിക്കുന്നു. അതുകൊണ്ട് മൈനസ് q പ്ലസ് 4q തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 മൈനസ് x ആയി. നമുക്ക് ഇവിടെ 10 മൈനസ് x ഹോൾ സ്ക്വയർ ആണ്. ഈ രണ്ട് ഫോഴ്സും ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനും ആണെന്നാണ് നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കുന്നത്. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് നമ്മൾ കാണും. അടുത്തത് ഇത് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. സോ F പ്ലസ് Q ഈസ് ഈക്വൽ ടു F പ്ലസ് 4Q. ഓക്കെ, F പ്ലസ് Q എത്രയാണ്? 1/4 പൈ എപ്സിലോൺ നോട്ട് Q സ്ക്വയർ മൈനസ് ആയി നമുക്ക് ഇടാവുന്നതാണ്. ഓക്കെ, മൈനസ് Q സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/4 പൈ എപ്സിലോൺ നോട്ട് മൈനസ് 4Q സ്ക്വയർ ഡിവൈഡ് ബൈ 10 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് മൈനസ് Q സ്ക്വയർ ഡിവൈഡ് ബൈ 4 ബൈ എക്സ് 0 രണ്ട് സൈഡിൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. റിമൈനിങ് 1/x സ്ക്വയർ ഈ സൈഡിലുണ്ടാവും ഈക്വൽ ടു ഇവിടെ 4 ഡിവൈഡ് ബൈ 10 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ സ്ക്വയർ റൂട്ട് എടുക്കാം. 1/x is equal to 2 by 10 minus x ലഭിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 10 minus x is equal to 2x ലഭിക്കും. x നമ്മൾ ഇങ്ങോട്ട് എടുക്കാം. അതുകൊണ്ട് 10 is equal to 3x വരും. x is equal to 10 by 3 ലഭിക്കും. യൂണിറ്റ് സെന്റിമീറ്റർ. 10 by 3 എന്ന് പറയുന്നത് 3.333 കണ്ടിന്യൂ ചെയ്യുന്നതാണ്. 10 by 3 ഇങ്ങനെ എടുക്കും. അതായത് മൈനസ് Q ചാർജ് പ്ലസ് Q ചാർജിൽ നിന്ന് 10 by 3 ഡിസ്റ്റൻസ് വെക്കുകയാണെങ്കിൽ മൈനസ് Q ചാർജ് ഇക്വലിബ്രിയത്തിലായിരിക്കും. ഇതാണ് എക്സാമ്പിൾ 2. അടുത്ത നമുക്ക് എക്സാമ്പിൾ 3 നോക്കാം. എക്സാമ്പിൾ 3. ഇവിടെ രണ്ട് ചാർജസ്, ഒന്ന് ഒരു പ്ലസ് Q ചാർജ്, അടുത്തത് ഒരു പ്ലസ് 2Q ചാർജും ഒരു 6 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചിരിക്കുന്നു. ഇതിന്റെ ഇടയിൽ ഒരു 4 സെന്റിമീറ്റർ ഫ്രം പ്ലസ് Q ചാർജില് ഒരു ചാർജ് വെക്കുകയാണെങ്കിൽ ഈ 3 ചാർജും ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതായത് ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും അതിന്റെ സൈനും എത്രയാണ് എന്ന് കണ്ടുപിടിക്കും. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. ഞാൻ ഒരു Q' എന്ന് പറയുന്ന ചാർജ് ഇവിടെ വെച്ചതായിട്ട് അസ്യൂം ചെയ്യും. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കും. മൊത്തം ചാർജും ഇക്വിലിബ്രിയത്തിൽ വരും. ഇക്വിലിബ്രിയത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാ ചാർജും ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയി ലഭിക്കും. അതുകൊണ്ട് ആദ്യം ഞാനിത് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. ഈ ചാർജ് ഞാൻ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാർജിൽ ഈ പ്ലസ് Q ചാർജ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഒന്ന് ഈ പ്ലസ് Q' ഈ ഡയറക്ഷൻ വെച്ചിട്ട്, അതേപോലെ പ്ലസ് 2Qഉം ഇതേ ഡയറക്ഷൻ അപ്ലൈ ചെയ്യും. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് 0 ആകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഓപ്പോസിറ്റ് സൈൻ ആയിട്ട്, അതായത് നെഗറ്റീവ്. അങ്ങനെ വരുമ്പോൾ മൈനസ് Q' ചാർജ് അട്രാക്ട് ചെയ്യും, പ്ലസ് 2Q ചാർജ് റിപ്പൽ ചെയ്യും. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് 0 ആകാൻ ചാൻസ്. അതേപോലെ തന്നെയാണ് ഇവിടെ പ്ലസ് Q ചാർജ് ഈ ഡയറക്ഷനും പ്ലസ് 2Q ചാർജ് ഈ ഡയറക്ഷൻ ഫോഴ്സ് 0 ആകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇവിടെ അതേപോലെ വരും. അതുകൊണ്ട് 0 ആകാൻ ചാൻസസ് ഉണ്ട്. ആദ്യം ഞാൻ ഈ പ്ലസ് Q ചാർജ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് നമുക്ക് നോക്കാം. ഈ പ്ലസ് Q ചാർജില് മൈനസ് Q' ചാർജ് ഒരു ഫോഴ്സ് എക്സിറ്റ്, അത് അട്രാക്റ്റീവ് ആണ്. അത് F മൈനസ് Q' നമുക്ക് റെപ്രസെന്റ് ചെയ്യും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1/4 പൈ എപ്സിലോൺ നോട്ട് പ്ലസ് Q ഇൻറ്റു മൈനസ് Q' ഡിവൈഡ് ബൈ അതാണ് ഡിസ്റ്റൻസ്. അതിനാണ് ഫോഴ്സ്. സോ 4 ഇൻറ്റു 10 പവർ മൈനസ് 2 ഹോൾ സ്ക്വയർ. അതേപോലെ ഈ പ്ലസ് 2Q ചാർജ് ഈ പ്ലസ് Q ചാർജിൽ ഒരു ഫോഴ്സ് എക്സിറ്റ്, അത് ഈ ഡയറക്ഷനിലായി റിപ്പൾഷൻ സെയിം സൈൻ ആണ്. നമുക്ക് F2Q എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? F2Q എന്ന് പറയുന്നത് 1/4 ബൈ എപ്സിലോൺ നോട്ട് പ്ലസ് Q ഇൻറ്റു പ്ലസ് 2Q ഡിവൈഡ് ബൈ അതാണ് ഡിസ്റ്റൻസ്. അതാണ് 6 സെന്റിമീറ്റർ ആണ്. 6 ഇൻറ്റു 10 പവർ മൈനസ് 2 ഹോൾ സ്ക്വയർ. ഈ ചാർജ് ഇക്വിലിബ്രിയത്തിലാവുന്നതിൽ ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് വേണ്ടത്. അതുകൊണ്ട് അത് നമ്മൾ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് വരണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? F മൈനസ് Q വാല്യൂ എത്രയാണ് നമുക്കറിയാവുന്നതാണ്. അത് 1/4 ബൈ എപ്സിലോൺ 0 Q സ്ക്വയർ ഡിവൈഡ് ബൈ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 10 പവർ മൈനസ് 2. നെഗറ്റീവ് സൈൻ എടുത്തില്ല, കാരണം നെഗറ്റീവ് സൈനിന്റെ മീനിങ് ഈ ഫോഴ്സ് അട്രാക്റ്റീവ് ആണെന്നാണ്.
ഇവിടെ പോസിറ്റീവ് സൈൻ ആണ്, അതിന്റെ മീനിങ് ഫോഴ്സ് റിപ്പൾസീവ് ആണ്. ഫോഴ്സ് റിപ്പൾസീവ് ആണെങ്കിൽ പോസിറ്റീവ് സൈനും ഫോഴ്സ് അട്രാക്റ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് സൈൻ ആയിരിക്കും. That is equal to 1/4πε0 അതുപോലെ 2q² divided by 36 into 10 power minus 4 ലഭിക്കും. ഇവിടെ q² divided by 4πε0 രണ്ടിലും കോൺസ്റ്റന്റ് ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്യും. റിമൈനിങ് നമുക്ക് ലഭിക്കുന്നത് 1 divided by 16 is equal to നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നു. ഇത് q' ആയിരുന്നു, നമുക്ക് q² എടുക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് q into q' എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്ന ടേം എന്ന് പറയുന്നത് q divided by 4πε0. അപ്പൊ നമുക്ക് ഇവിടെ റിമൈനിങ് ഉള്ളത് q' divided by 16. 10 power minus 2 നമ്മൾ ക്യാൻസൽ ചെയ്യും. 10 power minus 4 ആണ് വരുന്നത്. ഓക്കെ, അത് നമ്മൾ ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഈക്വൽ ടു ഇവിടെ വരുന്നത് 2q divided by 36 റിമൈനിങ് കിട്ടും. ഓക്കെ, നമുക്ക് ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാവുന്നതാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ q' into 36 is equal to 2q into 16. അപ്പൊ q' എന്ന് പറയുന്നത് 2q into 16 divided by 36 വരും. രണ്ടുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ q into 16 divided by 18 വരും. രണ്ടുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 8/9q വരും. അതാണ് q'. സൈൻ എന്താണ്? നെഗറ്റീവ്. ഇതാണ് q' ചാർജിന്റെ മാഗ്നിറ്റ്യൂഡും സൈനും. ഇങ്ങനെയാണ് ഇതുപോലെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഇത്രയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻസിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്ത വീഡിയോയിൽ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നു.